പഴയ സഭയുടെ പാസ്റ്ററായി രംഗത്തെത്തുന്നത് പാസ്റ്റർ റജു തോമസ് ആണ്. പഴയകാല പാസ്റ്ററായി പഴയകാല സഭയിലെ വിശ്വാസികൾ അവിടെയായിട്ടുണ്ട്. ആ വിശ്വാസികളും ഉടൻ തന്നെ സ്റ്റേജിലെത്തി അവർ പഴയ ഒരു സഭയെ അവതരിപ്പിക്കുകയാണ്. പഴയകാല സഭയിലെ വിശ്വാസികളുടെ വേഷവിധാനങ്ങൾ, ആരാധനാ രീതികൾ, സമയനിഷ്ഠ, ദൈവഭക്തി, ശുഷ്കാന്തി എന്നിവയെ പ്രതിഫലിപ്പിക്കുന്ന പഴയ ഒരു സഭയെ നമുക്ക് കാണാം. എടി മറിയക്കുട്ടിയെ, ഒന്ന് അനങ്ങി നടക്കടി. സമയം ഒരുപാടായി. എല്ലാവരും വന്നു കാണും. ഇപ്പം ഇനി ഇരിക്കാൻ പോലും സ്ഥലം കാണത്തില്ല. ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് എന്റെ അച്ചായ ഇത്രയും വേഗത്തിൽ നടക്കാൻ എനിക്ക് പറ്റില്ല. എടി, നീ ഉപദേശിക്കുകയും കുടുംബത്തിനും കൊടുക്കാൻ വല്ല എടുത്തിട്ടുണ്ടോ? ആ, ഇന്നലെ പറമ്പിൽ നിന്ന് പറിച്ച കൊമ്പളങ്ങ എടുത്തിട്ടുണ്ട്. പാവം, നമ്മുടെ ദേശത്തിൽ പലപ്പോഴും പട്ടിണി കിടന്നാണ് ദൈവത്തെ സേവിക്കുന്നത്. നീ ചരിത്രം പറയാതെ ഒന്ന് എളുപ്പം നടക്കാൻ നോക്കുക. ആരാധന തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അങ്ങ് എത്തണം. ശരിയാ, ശരി ശരി. എല്ലാവരും കരകളെ അടിച്ച് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. സഹോദരന്മാരുടെ ഭാഗത്തിന് ഒരാൾ, സഹോദരന്മാരുടെ ഭാഗത്തിന് ഒരാൾ ശബ്ദം കേട്ട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് സങ്കീർത്തനം 23-ാം അധ്യായം വാക്യപ്രതിവാക്യം പാടി കർത്താവിന്റെ മുഖത്ത് വിവരിക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. എന്റെ നാമത്തെ അവൻ നടത്തിക്കുന്നു, നാമനിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. ചിലപ്പോ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. സങ്കീർത്തനം 23-ന്റെ 1 പ്രകാരം പറയുന്നു, യഹോവയുടെ ഇടയനായതുകൊണ്ട് നമുക്കൊന്നിനും മുട്ടില്ല. എല്ലാ വഴികൾ അടഞ്ഞാലോ, ആരും അങ്ങ് കൈവിട്ടാലോ അടയാത്തൊരു വാതിലുണ്ട്. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അല്പസമയം സാക്ഷ്യത്തിനായിട്ട് നാം വേർതിരിക്കുകയാണ്. ദൈവമക്കളെ, കഴിഞ്ഞ ആഴ്ച വട്ടക്കാലം കർത്താവ് ഞങ്ങൾ നല്ലവനും വല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനും ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും ഓരോ വിശ്വാസങ്ങൾക്കും എനിക്കറിയാം ദൈവം നമുക്ക് തുണയായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് സാക്ഷ്യത്തിനായി വേർതിരിക്കാം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കട്ടെ, അത് മറ്റുള്ളവരെ ജീവിപ്പിക്കട്ടെ. അതിനുവേണ്ടി വേർതിരിക്കാം. ഹല്ലേലൂയ. എല്ലാ സമയം തക്കത്തിൽ കഴിച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നല്ലവനും വല്ലവനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു വലിയ സാക്ഷ്യം പറയാനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പുല്ല് പറിക്കാൻ പോയപ്പോൾ എന്നെ ഒരു പാമ്പ് കടിക്കേണ്ടതായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാനിവിടെ വലിയ സുഖമുള്ളവനായിട്ടല്ല ഇന്ന് പകൽക്കാലം കടന്നു വന്നത്. എന്നാലും ഇന്ന് ആരാധന മുടക്കുവാനായിട്ട് എനിക്ക് മാനസികമായിട്ട് എന്റെ മനസ്സിനൊരു സുഖം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വയ്യായിരുന്നു പകൽക്കാലം ഇവിടെ കടന്നു വന്നത്. വലിയ ആപത്ത് ഉണ്ടാകാമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസക്കാലം ഞങ്ങളുടെ പശുവിന് കാണി കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയപ്പോ ആ പശുവിന്റെ കയറ് എന്റെ കാലിൽ കുരുങ്ങിയിട്ട് ഒരു ദൂരം പശുവിനെ ദൈവമക്കളെ, സാക്ഷ്യങ്ങൾ നാം കേട്ടു. പ്രിയ സഹോദരിയെ പാമ്പ് കൊത്തുണ്ടായിരുന്നു, കൊത്തിയില്ല. കൊത്തതിനായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രിയദാസൻ കന്നുകാലിക്ക് കാടി എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ പശു 1/2 കിലോമീറ്ററോളം വലിച്ചുകൊണ്ട് പോയി. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിനായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം നീ കേട്ടല്ലോ കർത്താവേ. തന്റെ മകളെ പാമ്പ് കടിക്കാതെ സൂക്ഷിച്ചതിനായി ദാസനെ കന്നുകാലിയെ കൊണ്ടുവന്ന് മനാദേവതയോട് സ്തുതിക്കുന്നു. വിശ്വാസത്തെ കാത്തതിനായിട്ട് കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ കൊന്നിനെ കൂടെ ഒന്ന് കാത്തതിനായിട്ട് ഇത് പലകാലം ഞങ്ങളെ അനുഗ്രഹിച്ചാലോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ സഭായോഗം അവസാനിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചത്തെ യോഗ ദിനങ്ങൾ ഞാൻ പറയട്ടെ. ഇപ്പൊ ജലദോഷമൊക്കെ പ്രയാസമൊക്കെ ഉണ്ടെന്നാലും ദൈവത്തെ ആരാധിക്കാനുള്ള അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് പതിവ് പോലെ നമ്മുടെ കവലയില് യോഗമുണ്ട്. നിങ്ങൾ അതിന് കടന്നു വരണം. എന്നാൽ സാക്ഷര സമയം നമ്മളൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ കുടിയൻ തോമ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളായിട്ട് ഞാൻ അവനോട് സുവിശേഷം പറയുകയായിരുന്നു. എവിടെ കേൾക്കാൻ എന്നോട് മല്ലടിച്ച് പോരടിച്ച് ഒരു വിധത്തിൽ കാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ വേണം. അവനും അവന്റെ കൂട്ടുകാരൻ കുറെ അമ്മമാര് എന്നെ തല്ലാനായിട്ട് ഓടിച്ചു. എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ പരസ്യയോഗം മൂലം ആ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് ടോമായിക്ക് സാക്ഷിക്കണോ? ഇപ്പൊ വേണ്ട. സോദരൻ നമുക്ക് മനസ്സിലാവില്ല ടോമയുടെ അവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ട നമുക്ക് കാണുന്നു നമ്മുടെ പരസ്യയോഗത്തിന്റെ അർത്ഥബന്ധം നമുക്ക് കാണാം. പ്രിയ തോമാദൈവം വിടുവിച്ചത് പല തോമമാരും നമ്മുടെ ചന്തയ്ക്കകത്തുണ്ട്. ഇവര് പാപികളെ ദൈവം മാനസാന്തപ്പെടുത്തണം. അതുകൊണ്ട് ഇന്ന് സന്ധ്യ സമയത്ത് 3:30 ആകുമ്പോൾ, എത്ര മണിക്കാണ്? 3:30 ആകുമ്പോൾ നമ്മുടെ കവലയിൽ പരസ്യയോഗമുണ്ട്. 3:30ക്കല്ല വരേണ്ടത്. 3 മണി നാൽക്കുമ്പോൾ ഈ സഭയിൽ എല്ലാ വിശ്വാസികളും 3 മണിയാകുമ്പോൾ നമ്മുടെ പടിഞ്ഞാറ് കവലയിൽ വരണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്നതുകൊണ്ട് ഇന്ന് വൈകിട്ട് തൊട്ട് ഈ സഭയിൽ നമ്മുടെ കുട്ടപ്പനുള്ള കുഞ്ഞപ്പി ഉപദേശി പ്രസംഗിക്കുന്നതാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം കുട്ടപ്പന ഉപദേശി ദൈവവചനങ്ങളോട് പ്രസംഗിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നൊരായിട്ട് എത്ര മണിക്കാണ് നമ്മുടെ കൺവെൻഷൻ? 6 മണിക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും കടന്നു വരണം? 5:30 കടന്നു വരണം. തങ്കച്ചനറിയാം. അതുകൊണ്ട് 5:30 ആകുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരണം.
കൺവെൻഷൻ ഉണ്ട്. വെള്ളിയാഴ്ച ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുടെ മാറ്റി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കാണ് ശനിയും ഞായറും വീട്ടിൽ എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മുടെ കട്ടപ്പനയിലെ കുഞ്ഞമ്മ അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞമ്മ സഹോദരിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച ആയിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അടുത്ത ആഴ്ച നിങ്ങളുടെ വീട്ടിൽ നമുക്ക് ഓരോരുത്തരോട് മാറുന്നത്. മാതൃ സഹോദരന്റെ വീട്ടിൽ ശനിയാഴ്ച വൈകിട്ട് അനുഗ്രഹിക്കണമേ. സ്തോത്രമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാരും എഴുന്നേറ്റ് തന്നെ വിശുദ്ധ ചുമനം ചെയ്യുന്ന കർത്താവിനെ മാടി ദൈവത്തെ ആരാധിക്കാം. പറിച്ച കുമ്പളങ്ങ ആദ്യത്തെ ഫലമാണ്. കണ്ടുവന്നിരിക്കുകയാണ് കുമ്പളങ്ങ. തന്റെ പറമ്പിൽ ആദ്യത്തെ കുമ്പളങ്ങമായി കളഞ്ഞിറങ്ങുന്ന അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. അമർത്തി പുലിക്ക് നല്ല പ്രതിഫലം ദാസി കൊടുക്കണമേ. കുടുംബത്തെ ദൈവം മാനിക്കണമേ, ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വൈരങ്ങളും ദൈവം അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്നാൽ നമുക്ക് പിരിഞ്ഞു പോകാം. സന്ധ്യ കാണാം. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ യേശു കർത്താവ് വിരൽ ചൂണ്ടി പറയുന്ന ലവോദിക്ക സഭയെ സൂചിപ്പിക്കുന്ന ആധുനിക സഭയുടെ ദയനീയമായ ചിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആധുനിക സഭയുടെ പാസ്റ്ററായി ബ്രദർ വെസ്ലി രാജൻ രംഗത്ത് വരുന്നു. കർത്താവെ, ആരും വരുന്നില്ലല്ലോ. ഇവരൊക്കെ എവിടെ പോയി കിടക്കുന്നു? ഞായറാഴ്ചയാണെന്നും അറിയത്തില്ലേ? മണി 10:15. ക്രൈസ്തലോ സ്തോത്രം. ആയിക്കോട്ടെ. ആരോ വിളിക്കുന്നല്ലോ. ഹലോ. പ്രൈസ് ലോർഡ്. പാസ്റ്ററെ മോൻസിയാണേ. മോൻസിയാ പാസ്റ്ററെ. എന്തുകൊണ്ട് പാസ്റ്ററെ ചർച്ചയാണോ പാസ്റ്ററെ? ആണല്ലോ. പാസ്റ്ററെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. ഇന്ന് ഞായറാഴ്ച. അതെ പാസ്റ്ററെ, ഞാൻ വിളിച്ചതേ ഇന്ന് അത്യാവശ്യമായിട്ടും കുറച്ച് ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടേ. അവര് 10:30 എന്നുള്ളൊരു സമയമാണ് പറഞ്ഞേക്കുന്നത്. അവരെ ഞാൻ സത്യം പറഞ്ഞ 4 വർഷമായി കണ്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ആ ഗസ്റ്റിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ആരാധനയിൽ കാണത്തില്ല, അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഇന്നപ്പം കാണുകയല്ലേ? ഇന്ന് കാണത്തില്ല പാസ്റ്റർ. പിന്നെ മോളിക്കുട്ടി കിടന്ന് ഉറങ്ങും, അവൾ എനിക്ക് വന്നേക്കുവേ. ആയിക്കോട്ടെ. ഓക്കെ പാസ്റ്റർ. എന്നാ പിന്നെ ശരി. ഓക്കെ, താങ്ക് യു. മോഞ്ചില്ല, എന്തോ ചെയ്യാനാ. സൗര 10 മണിക്ക് തന്നെ തുടങ്ങുന്നു. ഇന്ന് എന്തോ കാരണങ്ങളാൽ ആൾക്കാർ വരുന്നില്ലെന്നേ ഉള്ളൂ. വരും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ജോർജ് കുട്ടിയാന്ന് തോന്നുന്നു.
പാസ്റ്റർ ചോറിട്ടിയാ എന്തുകൊണ്ട് ബ്രദറെ? എന്തുകൊണ്ട് പാസ്റ്റർ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. പാസ്റ്റർ പിന്നെ ഞാൻ വിളിച്ചത് നമ്മുടെ ഇളയ പയ്യൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വന്നു അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ എത്തുമായിരിക്കും. പിന്നെ ഞാൻ വിളിച്ചത് ഇന്ന് 12 മണിക്ക് റോക്കറ്റ്സിന്റെ കളിയുണ്ടേ. ഒരു 11:30 കഴിയുമ്പോ അങ്ങ് നിർത്തിയേക്കണമെന്ന്. 11:30 കഴിയുമ്പോ ആകെ ഒരു ഞായറാഴ്ച കിട്ടുന്നല്ലേ. ഇന്ന് വരുന്നില്ലേ? വരും. ഞാൻ കാണത്തില്ല, പയ്യൻ വന്നിട്ടുണ്ട് അങ്ങോട്ട്. ഞാൻ അടുത്താഴ്ച വരാം. ഓക്കെ പക്ഷേ ആയിക്കോട്ടെ. എന്തോ ചെയ്യാനാണ് ആകെ 4, 3, 7 പേരും ഉണ്ട്. 2 പേരുടെ കാര്യത്തിൽ തീരുമാനമായി. കർത്താവേ, മണി 10:30 ആയല്ലോ. എന്ത് ചെയ്യും എല്ലാവരും? സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ കസാരയെല്ലാം ഇനി ഞാൻ ആരെ കൊണ്ട് നിറയ്ക്കും കർത്താവേ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. നീ എന്തെങ്കിലും പ്രവർത്തിച്ചെങ്കിലേ വല്ല നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ് സഹോദരന്മാരെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. വരുന്നവർ അവിടെ എവിടെയെങ്കിലായിട്ട് ഇരുന്നാട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുന്നോട്ട് വന്നിരുന്നാൽ സൗകര്യമായിരിക്കും. പുറയും നല്ല നമ്മൾ നിറഞ്ഞു വരേണ്ടത്. സ്തോത്രം സ്തോത്രം. ഒന്നായിക്കോട്ടെ ആയിക്കോട്ടെ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദറെ കോൾ എടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ശരി. ഹലോ ഹലോ, പോൾസൻ അച്ഛനാണോ? അച്ഛാ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഇതാരാ? ബിസിയാണോ അച്ഛാ? ഞായറാഴ്ച ആരാധനയിൽ വല്ലതും വന്നോ? അല്ല, ഞായറാഴ്ച ഞാൻ വെള്ളോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ വിളിച്ചതേ ശനിയാഴ്ച വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് ആണേ. എന്താ ഫുഡാണോ? 50 ഫുഡ് വേണമായിരുന്നു, ചോറും കറിയും. ബുദ്ധിമുട്ടുണ്ടോ? എന്നെ ബുദ്ധിമുട്ട് പറ. എത്ര അച്ഛാ ചോറും കറിക്ക് ഇപ്പം? റേറ്റ് ഇപ്പം പറയണോ? റേറ്റ് ഒന്ന് പറഞ്ഞുതരാം. മോനായതുകൊണ്ട് 8 രൂപയ്ക്ക്. 8 രൂപയോ? 8 രൂപ. അപ്പം ബീഫും മീൻകറി എല്ലാം ഉണ്ട്? എല്ലാം ഉണ്ട്. ഓ, അത് ശരി. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബീഫ് അങ്ങ് ഒഴിവാക്കുവാന്ന് എത്ര ആവും? ബീഫ് ഒഴിവാക്കണോ മോനെ? അതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചിലെ പ്രേതാ സാർ. ബാത്റൂം അവിടെ കേട്ടോ. ഓക്കെ, ഒഴിവാക്കേ, കുഴപ്പമില്ല. എത്ര ആവും അത് ഒഴിവാക്കിയാൽ? രൂപയാണോ പറയുന്നത്? എത്ര ആവും? 7 തുടങ്ങാം. 7. അപ്പം മീൻകറി അതിന്റെ കൂടെ വരുമെന്നാണ് പറയുന്നത്. മീൻകറി ഉണ്ട്. മീൻകറി പിന്നെ പച്ചക്കറി. മീൻകറി നമുക്ക് വേണ്ട. മീൻകറി വേണ്ടേ? മീൻകറി വേണ്ട. മീൻകറി വേണ്ട. നമ്മുടെ ചർച്ചിലെ പ്രേതാ സാരമില്ല മോനെ. ഇത് 4 രൂപയ്ക്കോട്ടെ. 6 രൂപ അല്ലേ? 6 രൂപ. അപ്പൊ എന്നാ വെജിറ്റേറിയൻ മതി കേട്ടോ. വെജിറ്റേറിയൻ മതി. ഓക്കെ. അതപ്പോ എത്ര ആവും വെജിറ്റേറിയൻ ആണെങ്കിൽ? വെജിറ്റേറിയൻ ആണെങ്കിൽ 6 രൂപ ഫ്ലാറ്റ് ക്യാഷ് ആയിരിക്കണം. 6 രൂപ അല്ലേ? എന്നാ ഇത്ര ആഴ്ചത്തേക്ക് പപ്പടം കിടക്കെ കളഞ്ഞത് അപ്പൊ എത്ര ആവും? പപ്പടം കൂടോ? അത് വേണ്ട. പപ്പടം വേണ്ട. പപ്പടം വേണ്ടേ? വേണ്ട. നമുക്ക് പപ്പടം വേണ്ടേ? വേണ്ട. പപ്പടം വേണ്ട. എത്ര ആവും? എന്നൊരു കാര്യം ചെയ്യും. കഞ്ഞി അങ്ങ് ഓർഡർ ചെയ്യും. എന്തിനാ ചോറ് വെക്കുന്നു? കഞ്ഞി ഓരോ കഞ്ഞിന്ന് വിളിച്ചിരിക്കുക ഞായറാഴ്ച. ബ്രദറെ തുടങ്ങാൻ സമയമായി. ഇരുന്നിട്ട് ആയിക്കോട്ടെ. അതേലും നടക്കട്ടെ. ആരും വരുന്നില്ല. എന്ത് വെച്ചു? സ്വത്രം പ്രൈസലോ. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം സഹോദരന്മാരെ. പരിശുദ്ധനായ കർത്താവേ, ഇന്നത്തെ ആരാധനയെ അനുഗ്രഹിക്കണമേ. വലിയൊരു അഭിഷേകം തരുമാറാകണമേ. ഞങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. മക്കളെ, നമുക്കറിയാവുന്ന ഒരു പാട്ട് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പാട്ട് അസാധ്യമായിരിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായെനിക്കും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ,
ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം? ആരും ഒരാൾ പ്രാർത്ഥിച്ചാട്ടോ? ആരുമില്ലേ? ഓക്സം ബ്രദർ പ്രാർത്ഥിക്കാം. ആളുകൾ വന്നില്ലേ? എന്നാ ഞാൻ തന്നെ പ്രാർത്ഥിച്ചേക്കാം. ഹലോ 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 ആ അയ്യല്ലേ ഹലോ ഞാൻ ഫ്രീ ആണ്. ആ വീടോ? ആ 5 ബെഡ്റൂമും 3 ബാത്റൂമുള്ള എല്ലാം ഞാൻ പറഞ്ഞു വെച്ചേക്കുമല്ലേ. ആ ബ്രദറെ 12:15 എടുത്തിരിക്കുക കേട്ടോ. ബ്രദറെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തുടർന്നുള്ളതിനെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് വളരെ സമയം കുറവായതുകൊണ്ടും നമ്മുടെ പല സഹോദരന്മാർക്ക് വളരെ ബിസി ആയതുകൊണ്ടും പിന്നെ എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ടും നമുക്കിന്ന് പകൽക്കാലം 117 സംഗീതത്തിന് നമുക്ക് വാക്യമായി വായിക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റിരിക്കാവും. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശമുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ. ഞാൻ തന്നെ നമ്മോടുള്ള അവന്റെ ദേവതാകുന്നു, യഹോവയുടെ വിശ്വസത എന്നേക്കുള്ളത്, യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സംഗീതനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി നമുക്ക് സാക്ഷ്യത്തിന്റെ സമയമാണ്. സമയം വളരെ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ചുരുക്കമായി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാരിൽ നിന്ന് കേൾക്കുവാൻ വളരെ ആകാംക്ഷയോടെ നമ്മളെല്ലാവരും ഇരിക്കുകയാണ്. അതിനാൽ അതിനെ അനുസരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു 3-4 ആഴ്ചക്ക് ശേഷമാണ് കടന്നു വന്നത്. നിങ്ങൾക്ക് അറിയാം, കാരണം ജോലി തിരക്കും പുതിയ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം. പറഞ്ഞ പുതിയ ബിസിനസ് എനിക്ക് സഹോദരമാണ് ബ്രദർ അവിടെ നിന്നാൽ സംസാരിക്കാം. ആ സമയം പുള്ളിക്ക് പറയില്ല, കുഴപ്പമില്ല, എപ്പോഴും എണീറ്റു. സാർ സൗരം പറയാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങോട്ട് കടന്നു വരണമെന്ന് ഒരു താല്പര്യമുണ്ട്. കാരണം ഞാൻ ന്യൂയോർക്കിൽ നിന്ന് ഇന്നലെ ലേറ്റ് നൈറ്റാണ് വന്നത്. എന്നാൽ ഞാൻ വിചാരിച്ചു കുറെ നാളായി ചർച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവിടെ പുതിയ ചർച്ചയൊക്കെ പണമെന്ന് പറഞ്ഞു. ഒന്ന് വന്ന് പാസ്റ്റൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഇതിനൊന്നും അല്ല ഇപ്പം എണീറ്റത്. ഞാൻ എണീറ്റത് ഒരു സാക്ഷ്യം പറയാനായിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ പുതിയ മെഴ്സഡീസ് ബെൻസ് 2016 ഞാൻ മേടിച്ചായിരുന്നു കഴിഞ്ഞ മാസം. ഞാൻ ആ മെഴ്സഡീസ് ബെൻസിൽ ഞാൻ ഇന്നലെ അല്ല ചൊവ്വാഴ്ച രാത്രിയിൽ ഡാളസിന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ ആ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ ഭവനത്തിലേക്ക് ഹ്യൂസ്റ്റണിലേക്ക് ഞാൻ വരികയാണ്. വരുമ്പം ഞാൻ ഒരു 65-70 ആ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നമുക്കറിയാം ആ ഡാളസിന്റെ റോഡിലൊക്കെയും 75-ൽ പോവാമെങ്കിലും ശത്രുവായ പിശാചിന്റെ കണ്ണുകൾ എന്ന പോലെ പോലീസുകാർ അവിടെ ഇരിപ്പുണ്ട് നമ്മളെ പുള്ളവർ ചെയ്യാൻ വേണ്ടി. ഞാൻ അപ്പം അവിടെ അങ്ങനെ ഒരു പോലീസുകാരുണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ ഉടനെ 60-ലേക്ക് മാറും, പിന്നെ ഉടനെ 75. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഔഡി കാർ, വളരെ പഴയ കാറാണ്, പഴയ കാറ് ഇങ്ങനെ എന്റെ ഫ്രണ്ടിൽ കൂടെ പോവുക, ഒരൊറ്റ ബ്രേക്ക് ഔഡി കാറ്. ഞാൻ അപ്പം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ മോളിക്കുട്ടിയെയും പിള്ളേരെ മനസ്സ് വിചാരിച്ചുകൊണ്ട് ഞാൻ അപ്പുറത്തെ ട്രാക്കിലോട്ട് ഒറ്റ വെട്ടിക്കാം കാറ്. നിങ്ങൾ വിചാരിക്കും എന്റെ മെഴ്സഡീസ് ബെൻസ് ആയത് കണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന്. പ്രിയ ദൈവമക്കളെ, മെഴ്സഡീസ് ബെൻസ് ആയത് കൊണ്ടല്ല ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അത് പുതിയ 2016 മെഴ്സഡീസ് ബെൻസ് ആയത് കൊണ്ടുമല്ല ഇവിടെ നിൽക്കുന്നത്. $55,600 മുടക്കി മെഴ്സഡീസ് ബെൻസ് മേടിച്ചുകൊണ്ടുമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം അറിയാമോ, ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാഞ്ഞത്. പിന്നെ നമ്മളെ ഇവിടെ ടാറിംഗ് ഒക്കെ നടക്കുന്നത് കേട്ടു. കമ്മിറ്റിക്ക് ഒന്ന് കൂടണം. അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ നല്ലായിരുന്നു. ഓക്കെ, ശരി. താങ്ക് യു സഹോദരൻ. നിങ്ങൾക്കെല്ലാം ദൈവത്തിന് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഇന്ത്യയിൽ കൊണ്ട് വന്നു എൻ്റെ മോടെ MBBS അഡ്മിഷന് വേണ്ടി. ആ അഡ്മിഷനൊക്കെ ശരിയായി. ഏകദേശം 75 ലക്ഷം രൂപ കൊടുക്കണം. 75 ലക്ഷം രൂപ അഡ്മിഷൻ എന്തായാലും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് നന്ദി. ആൻഡ് പിന്നെ നമ്മൾ അടുത്ത കമ്മിറ്റിയൊക്കെ ഒന്ന് കൂടണം. മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലേ, ആ മെമ്പേഴ്സ് ഒന്ന് ചെയ്യണം. പിന്നെ ബിസി ആയിട്ട് ഞാൻ അതിനോടാണ് വന്നത്. തിരക്കാണ്. കാണാം. ശരി.
ആയിക്കോട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോ വരുന്നുണ്ടല്ലോ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളുടെ കേസിനാക്കിന്റെ ഭാരവാഹികളോട് വന്നിട്ടുണ്ട്. വളരെ വിലപ്പെട്ട കാര്യങ്ങൾ പറയാനാണ്. അവർക്ക് രാവിലെ വരണമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു. എന്നാലും ഇത്രയും സമയത്തെങ്കിലും എത്താൻ കഴിഞ്ഞല്ലോ. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ, ആയിക്കോട്ടെ. എന്നാല് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ദൈവം നമുക്ക് തന്നു. ആ ബെൽറ്റിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്ലോറി. 75 ലക്ഷവും ഞാൻ മറന്നിട്ടില്ല. അതിലാരെങ്കിലും ഒന്നും നടക്കുകയല്ലായിരുന്നു. നമുക്കല്ലേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ അല്പം PC നായിക്കിൻ്റെ ആൾ വന്നിട്ടുണ്ട്. എന്നാലും വളരെ കുറച്ച് സമയമുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്നൊരു സഹോദരൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്തോ ചെയ്യാം. വളരെ കുറച്ച് സമയമുള്ളൂ. കൈകാര്യം ചെയ്യും. ബഹുമാനപ്പെട്ട കർത്തൃദാസന്, സഭയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തൃമക്കൾക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സഭയെ സഹിച്ചു നിൽക്കുന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ട് കയറി വന്നപ്പോൾ എനിക്ക് കേൾക്കാനിടയായത്, അദ്ദേഹം $10,000 വർഷം ഉണ്ടാക്കുന്നു, ഒരു മാസം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സാലറി 10,000. ഞാൻ ഫോണിൽ കേട്ടോണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് അയാൾക്കൊരു മെർസിഡീസ് ബെൻസ് എടുത്ത് കൂടാ? മാലക്കരയിലെ മാത്തന്റെ മോൻ പൗലോസ്, എന്നാടാ എടാ, ചർച്ചിൽ വന്നില്ല, നിന്റെയൊക്കെ ഫോണ് സെലിബ്രേഷനിലിടണം, സോറി വൈബ്രേഷനിലിടണം. മത്തുള്ളയുടെ മോൻ മത്തായിക്കുട്ടി, കുഞ്ഞേ, ഇതൊന്നും ശരിയല്ല. ആദ്യകാലത്ത് 2 മിനിറ്റ് ആദ്യകാലത്ത് നിന്റെയൊക്കെ മാതാപിതാക്കൾ ഈ സത്യത്തിന് വേണ്ടി കൊടുത്തൊരു വിലയുണ്ട്. ഒന്നുമില്ലാത്തടത്തു നിന്നും സത്യസുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ സഭയ്ക്ക് വലിയൊരു മുതൽ കൊടുത്തിട്ടുണ്ട് നിന്റെ മാതാപിതാക്കള്. നിന്റെ ബെൽറ്റ് കൊണ്ടല്ല കുഞ്ഞെ ദൈവം നിന്നെ വിടുവിച്ചത്. നിന്നെ $55,000 മെർസിഡീസ് ബെൻസ് കൊണ്ടല്ല നീ രക്ഷപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഇവനൊക്കെ നടത്താൻ നട്ടല് വേണം. അല്ല, ഇവന്റെയൊക്കെ 5,000-6,000 രൂപ കൊടുക്കുന്ന ദശാംശം കൊണ്ടല്ല നമ്മൾ സഭ ഭരിക്കേണ്ടത്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ദൈവമക്കളെ, നാം വിശുദ്ധിയോടെ ജീവിക്കണം, നാം താഴ്മ ധരിക്കണം, നമുക്ക് ദൈവഭയം നമുക്കുള്ളിൽ വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വേഗം വരാറായി. ഈ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് ദൈവസഭയ്ക്കകത്ത് നാം കയറുവാൻ സാധിക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 30-ാം അധ്യായം 30-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അപ്പോൾ മനുഷ്യപുത്രൻ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിന്റെ മേഘമുന്നിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരായി മഹാകാഹള ധ്വനിയോടും കൂടെ അയക്കും. അവൻ അവന്റെ ദൂതന്മാരെ ആകാശ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ നിന്ന് വന്ന സഹോദരൻ എന്തേ? ബൈബിളുണ്ടോ ഇവിടെ? പുള്ളി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കേസിനാക്കുണ്ട് ഇവിടെ. നമ്മുടെ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. എല്ലാരും ഉണ്ട്. കേസി ചക്കപ്പാസ് ഒന്ന് വിളിച്ചു നോക്കി. എടുക്കുന്നില്ലേ? നമ്മളെല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. പാസ്റ്ററും ഉണ്ടല്ലോ, അത് സമാധാനമായി. എൻവിച്ചാനെ ഒന്ന് വിളിച്ചു നോക്ക്, വിൽക്കാനും കാണും അവിടെ. ഒരു കാര്യം
അറിയാം, നമുക്കിപ്പോ അറിയാം. രണ്ടിലൊന്നറിയാം. ഇപ്പൊ അറിയാം. കുമ്പനാട് വിളിച്ചു നോക്ക്, കുമ്പനാട് വിളിച്ചു നോക്ക്. എല്ലാ പിള്ളേരും കാണും അവിടെ. ഹലോ, എന്തോട്ടെ? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കുറെ പേരെ കാണാനില്ലെന്നൊക്കെ പറയുന്നത് വട്ട് പറയുന്നത് രാവിലെ. ഇവിടെ മിക്കവാറും പേരുണ്ടെന്ന്. 1-2 പാസ്റ്റർമാരെ കാണാനില്ലെന്ന് പറയുന്നു. ഉപവാസമൊക്കെ നടത്തുന്ന പാസ്റ്റർമാരെ അവരും ഇല്ലെന്ന് പറയുന്നു. പക്ഷെ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പുള്ളി പ്രസംഗിച്ചോണ്ടിരുന്ന ഇപ്പൊ കാണുന്നില്ല. ഇവിടെ കുറെ പേര് കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ന്യൂസ് വരുന്നുണ്ട് കേട്ടോ. ഈ നമ്മുടെ TV ന്യൂസ് ഒക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. TV ന്യൂസ് നമ്മുടെ യുവജനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ യുവജനങ്ങളും ഉണ്ട്. ഞങ്ങളിപ്പോ കണക്കെടുത്തോണ്ടിരിക്കുക. എന്നാ ശരി, പിന്നെ വിളിക്കാം. ഓക്കെ. യുവജനങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. പേടിക്കേണ്ട കാര്യം നമുക്കില്ല. ന്യൂസ് ഒന്ന് ഇട്ടേക്കാം നമുക്കൊന്ന്. നമ്മുടെ TV ഒന്ന് ഓണാക്കി. Breaking news, we are getting last-minute reports from all over the world of thousands of people that have just... I repeat, thousands of people from all over the globe have disappeared. The total number of people who have disappeared has not yet been confirmed, but it is expected to be a lot higher than what was initially reported. According to authorities, the numbers are expected to be in the millions. Many flights have been cancelled because of security fears. According to reports, there have been plane crashes all over the world because some pilots simply disappeared mid-flight. Chaos has also spread to the roads, where a great number of traffic accidents have been reported. Hospitals have not been able to cope with the number of patients coming in. Many parents are in complete despair as their children have also disappeared. Rumours are rife that this could be an alien attack, and there are those who believe that Jesus vanished. Disappeared has not yet been confirmed. What was initially according to millions. ഓടിയതെല്ലാം വൃതമായല്ലോ പാസ്റ്ററെ. പാസ്റ്റർ പോയില്ലല്ലേ? എന്തായാലും നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. We are all available over here. Okay. So let's continue worshiping God, and we will conduct the KC night as scheduled. മനസ്സിലായില്ല. വിഷമിക്കണ്ട, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ക്ഷണിക്കപ്പെട്ട ദൈവദാസന്മാരും എല്ലാവരും ഉണ്ട്. ആരും പോയിട്ടില്ല. സമാധാനം. നിശ്ചയിച്ച പ്രകാരം തന്നെ KC നായക് നടത്തണം. നിങ്ങളെല്ലാവരും കടന്നു വന്ന് ഇത് വിജയകരമായി നടത്തണം. ആമേൻ. നമുക്കെല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോവാം.